ചോദ്യം 1. അധ്യാപക വിദ്യാർത്ഥികളുടെ അധ്യാപന നൈപുണികൾ വികസിപ്പിക്കുന്നതിന് ആവിഷ്കരിച്ച തന്ത്രമാണ് എ. പ്രോജക്റ്റ് രീതി, ബി. മൈക്രോ അധ്യാപനം, സി. റേറ്റിംഗ് സ്കെയിൽ, ഡി. ആക്ഷൻ റിസർച്ച്. ഉത്തരം ബി ആണ്, മൈക്രോ അധ്യാപനം. ചോദ്യം 2. താഴെ കൊടുത്തവയിൽ 70നും 85നും ഇടയിൽ ബുദ്ധിമാനം കാണിക്കുന്ന ഒരു കുട്ടി ഏത് വിഭാഗത്തിൽ പെടുന്നു? എ. മൂഢബുദ്ധി, ബി. മന്ദബുദ്ധി, സി. ക്ഷീണബുദ്ധി, ഡി. ശരാശരി. ഉത്തരം ബി ആണ്, മന്ദബുദ്ധി. ചോദ്യം 3. നിശ്ചിത വിവരങ്ങൾ ഉപയോഗിച്ച് കൃത്യമായ ക്രിയാമാർഗങ്ങളിലൂടെ ഉത്തരം കണ്ടെത്തുന്ന രീതിയാണ് എ. ഹ്യൂരിസ്റ്റിക്, ബി. അൽഗോരിതം, സി. അന്തർദൃഷ്ടി പഠനം, ഡി. ശ്രമപരാജയ രീതി. ഉത്തരം ബി ആണ്, അൽഗോരിതം. ചോദ്യം 4. താഴെ കൊടുത്തവയിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ ആദ്യത്തെ നിയമം ഏത്? എ. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, ബി. RTE ആക്ട്, സി. റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട്, ഡി. മെന്റൽ ഹെൽത്ത് ആക്ട്. ഉത്തരം ഡി ആണ്, മെന്റൽ ഹെൽത്ത് ആക്ട്. ചോദ്യം 5. ടോറൻസിന്റെ അഭിപ്രായത്തിൽ സർഗാത്മകതയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടാത്തത് ഏത്? എ. അഭിപ്രേരണ, ബി. വാചാലത, സി. പ്രശ്നപരിഹരണ ശേഷി, ഡി. ഉൾക്കാഴ്ച. അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എ ആണ്, അഭിപ്രേരണ. ചോദ്യം 6. പക്വ വ്യക്തിത്വം എന്ന ആശയം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? എ. കാൾ റോജേഴ്സ്, ബി. അബ്രഹാം മാസ്ലോ, സി. ആൽപോർട്ട്, ഡി. കാറ്റൽ. ഉത്തരം സി ആണ്, ആൽപോർട്ട്. ചോദ്യം 7. എറിക് എറിക്സൺ മുന്നോട്ട് വച്ച മനോസാമൂഹ്യ വികാസത്തിൽ ഊർജ്ജസ്വലത അപകർഷത എന്ന പ്രതിസന്ധി ഘട്ടത്തിന്റെ പ്രായപരിധിയാണ് എ. 1 മുതൽ 3 വയസ്സുവരെ, ബി. 3 മുതൽ 6 വയസ്സുവരെ, സി. 6 മുതൽ 12 വയസ്സുവരെ, ഡി. 12 മുതൽ 18 വയസ്സുവരെ. ഉത്തരം സി ആണ്, 6 മുതൽ 12 വയസ്സുവരെ. ചോദ്യം 8. താഴെ കൊടുത്തവയിൽ കാതറിൻ എം. ബ്രിഡ്ജസിന്റെ അഭിപ്രായത്തിൽ കുട്ടിയുടെ ജനന സമയത്തുള്ള വികാരം ഏത്? എ. അസ്വാസ്ഥ്യം, ബി. സന്ത്രാസം, സി. ഉല്ലാസം, ഡി. ഭയം. ഉത്തരം ബി. സന്ത്രാസം. ചോദ്യം 9. ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അനഭിലഷണീയമായ ചിന്തയിൽ നിന്നും ഉണ്ടാകുന്ന വികാരമാണ് എ. ഉത്കണ്ഠ, ബി. ഭയം, സി. ആകുലത, ഡി. സംഭ്രമം. 9ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എ ആണ്, ഉത്കണ്ഠ. ചോദ്യം 10. പിയാഷെയുടെ അഭിപ്രായത്തിൽ ശ്രേണീകരണത്തിനും തരംതിരിക്കാനുമുള്ള കഴിവ് നേടുന്ന ഘട്ടം ഏത്? എ. പ്രാഗ് മനോവ്യാപാര ഘട്ടം, ബി. മൂർത്ത മനോവ്യാപാര ഘട്ടം, സി. ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഡി. പ്രതിരൂപാത്മക ഘട്ടം. ഉത്തരം ബി. മൂർത്ത മനോവ്യാപാര ഘട്ടം. ചോദ്യം 11. പരിസര പഠനത്തിൽ മനസ്സിലാക്കിയ ഒരാശയം ഗണിത പഠനത്തിന് സഹായിക്കുന്നില്ല. ഈ ആശയം ഏതുതരം പഠനാന്തരണത്തിന് ഉദാഹരണമാണ്? എ. ശൂന്യ സംക്രമണം, ബി. ന്യൂന സംക്രമണം, സി. അധിക സംക്രമണം, ഡി. അല്പ സംക്രമണം. ഉത്തരം എ. ശൂന്യ സംക്രമണം. ചോദ്യം 12. ഒരാളുടെ സ്വന്തം ചിന്തയെക്കുറിച്ചുള്ള ചിന്തയെ പറയുന്നത് എ. കോഗ്നിഷൻ, ബി. ഡ്യുവൽ കോഗ്നിഷൻ, സി. മെഗാ കോഗ്നിഷൻ, ഡി. മെറ്റാ കോഗ്നിഷൻ. ഉത്തരം ഡി. മെറ്റാ കോഗ്നിഷൻ. ചോദ്യം 13. എബ്രഹാം മാസ്ലോ സൂചിപ്പിച്ച ആവശ്യങ്ങളുടെ ശ്രേണിയിൽ മൂന്നാമത് വരുന്നത് ഏത്? എ. അടിസ്ഥാന ആവശ്യങ്ങൾ, ബി. സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, സി. ആദരിക്കപ്പെടാനുള്ള ആഗ്രഹം, ഡി. ആത്മസാക്ഷാത്കാരം. ഉത്തരം ബി. സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക.
ചോദ്യം 14. പഠനവേളയിലെ ആശയരൂപീകരണ പ്രക്രിയയിൽ പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം എന്നിവ ഉണ്ടെന്ന് സൂചിപ്പിച്ചത് എ. അസുബൽ, ബി. വിഗോട്സ്കി, സി. പിയാഷെ, ഡി. ബ്രൂണർ. ഉത്തരം ഡി ആണ്, ബ്രൂണർ. ചോദ്യം 15. കുട്ടി സ്വയം കേന്ദ്രീകൃതമായി തോന്നുന്ന വികാസഘട്ടം: എ. കൗമാരം, ബി. ശൈശവം, സി. ആദ്യ ബാല്യം, ഡി. യുവത്വം. ഉത്തരം സി ആണ്, ആദ്യ ബാല്യം. ചോദ്യം 16. ഭാഷാ വൈകല്യം പോലെ മസ്തിഷ്ക ക്ഷതം മൂലം എഴുതാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് എ. അഗ്രാഫിയ, ബി. ഡിസ്ഗ്രാഫിയ, സി. ഡിസ്കാൽക്കുലിയ, ഡി. ഡിസ്ലെക്സിയ. ഉത്തരം എ. അഗ്രാഫിയ. ചോദ്യം 17. താഴെ പറയുന്നവയിൽ ഏതാണ് വികാരങ്ങളുടെ 3 സവിശേഷതകളിൽ പെടാത്തത്? എ. വ്യക്തിഗത അനുഭവം, ബി. പെരുമാറ്റം, സി. ശ്രദ്ധ, ഡി. ശാരീരിക പ്രതികരണം. ഉത്തരം സി. ശ്രദ്ധ. ചോദ്യം 18. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തലവൻ: എ. DPI, ബി. DGE, സി. DDE, ഡി. DEO. ഉത്തരം ബി ആണ്, DGE, ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ. നേരത്തെ DPI ആയിരുന്നു, ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ. ചോദ്യം 19. ഭാഷാ വികാസ ഘട്ടത്തിൽ ഒരു വാചകത്തിന്റെ അർത്ഥം ധ്വനിപ്പിക്കുന്നതിനായി കുട്ടികൾ ഒറ്റ വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇത് അറിയപ്പെടുന്നത് എ. ടെലഗ്രാഫിക് സ്പീച്ച്, ബി. ഹോളോ ഫ്രേസ്, സി. ഫൊണറ്റിക്സ്, ഡി. സിൻടാക്സ്. ഉത്തരം ബി. ഹോളോ ഫ്രേസ്. ചോദ്യം 20. താഴെ പറയുന്നവയിൽ വികാസപരമായ വൈകല്യത്തിന് ഉദാഹരണം ഏത്? എ. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ, ബി. ഓട്ടിസം, സി. അക്കാദമിക പിന്നോക്കാവസ്ഥ, ഡി. മന്ദപഠിതാക്കൾ. ഉത്തരം എ ആണ്, മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ.